കേരളത്തിൽ മതപരിവർത്തനം ലക്ഷ്യമിട്ടും ചില മതവിഭാഗങ്ങളിലെ യുവാക്കളെ ഇല്ലാതാക്കുന്നതിനും ലഹരി, പ്രണയ, തീവ്രവാദ കെണികൾ ഒരുക്കുന്നവരുണ്ട്. ഇത്തരക്കാർക്കെതിരെ മതം നോക്കാത്ത നടപടിയെടുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറയുന്നുണ്ട്. ലഹരി എന്ന മാരക വിപത്തിനെതിരെ KCBCയുടെ മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 2025 മാർച്ച് 9 പാലയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സമൂഹത്തിലെ ലഹരി വ്യാപനത്തെക്കുറിച്ചും പ്രണയക്കെണികളെക്കുറിച്ചും ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ചും PC ജോർജ് പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിക്കാൻ ചിലർ കളത്തിലിറങ്ങിയ സാഹചര്യത്തിലാണ് സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ മാർച്ച് 12 ഈ പത്രക്കുറിപ്പ് പുറപ്പെടുവിച്ചത്. അതിലൂടെ കമ്മീഷൻ സഭ നേരിടുന്ന ഈ സത്യങ്ങൾ പൊതുസമൂഹത്തോട് തുറന്നു പറയുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഈ ആക്ഷേപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഗുരുതരമായ സാഹചര്യമാണ്. അമുസ്ലിങ്ങളായ യുവതികളെ പ്രണയം നടിച്ച് വശത്താക്കി ലൈംഗികമായി ഉപയോഗിച്ച് വിവാഹം കഴിച്ച് തീവ്രവാദ പ്രവർത്തകരാക്കുകയോ ലൈംഗിക അടിമകളാക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന മുസ്ലിം തീവ്രവാദികളുടെ ബോധപൂർവമായ പ്രവർത്തനത്തെ വ്യാപകമായി ലവ് ജിഹാദ് എന്ന് വിളിച്ചു തുടങ്ങിയത് 2007 കർണാടകയിലാണെങ്കിലും അതിന് വളരെ മുൻപ് 1998 ഒരു മലയാള ദിനപത്രത്തിൽ കേരളത്തിൽ നടക്കുന്ന ഈ അസാധാരണ വിവാഹങ്ങളെക്കുറിച്ച് ലവ് ജിഹാദ് എന്ന പേരിൽ റിപ്പോർട്ട് വന്നിരുന്നു. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്ന് വരുത്താൻ പലരും ശ്രമിക്കുന്നുമുണ്ട്. ലവ് ജിഹാദ്, റോമിയോ ജിഹാദ് എന്നീ വാക്കുകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത് അസോസിയേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന പോപ്പുലർ ഫ്രണ്ട് സംഘടനയാണ്. ഈ സംഘടന ഇപ്പോൾ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹർജി പക്ഷേ ജസ്റ്റിസ് KT ശങ്കരൻ തള്ളി. ഒരു പദവും നിരോധിച്ചില്ല. പ്രണയക്കെണികളിലൂടെ തങ്ങളുടെ സമുദായത്തിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ കേരളത്തിൽ ഗൂഢനീക്കങ്ങൾ നടക്കുന്നതായി കേരളത്തിലെ മുസ്ലിം നേതാക്കളും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ പരാതി ഉന്നയിച്ചത് ചില്ലറക്കാരനല്ല. കേരളത്തിലെ സുന്നി മുസ്ലിങ്ങളുടെ പണ്ഡിത സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യുവജന സംഘം സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായിയാണ്. മുസ്ലിം പെൺകുട്ടികളെ CPM, DYFI, SFI നേതാക്കന്മാർ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോകുന്നു എന്നായിരുന്നു ഫൈസിയുടെ പരാതി. ഇതിന് പാർട്ടി പിന്തുണ കൊടുക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഹിന്ദുക്കൾ മുസ്ലിം പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതാണ് മതേതരത്വം എന്നാണ് CPMകാരുടെ ന്യായീകരണമെന്നും ഫൈസി പറഞ്ഞു. പ്രണയം നടിച്ച് യുവതികളെ വശത്താക്കി മതം മാറ്റി തീവ്രവാദികളാക്കി സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും എത്തിച്ചതിന്റെ സംഭവങ്ങൾ കേരളം അറിഞ്ഞതാണ്. അതിന് സാധിക്കാതെ ഇവിടെ തന്നെ ജീവിക്കുന്നവരിൽ പലരും 2-3 തവണ മൊഴി ചൊല്ലപ്പെടുന്നതിന്റെ കഥകളും ഇത്തരം കുട്ടികളിൽ ചിലർ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ ക്യാരിയർമാരായി പിടിക്കപ്പെടുന്ന കഥകളും കൂട്ടി വായിക്കുമ്പോൾ ആ കുട്ടികളോട് കാണിച്ചതായി പറയപ്പെടുന്ന പ്രണയം ശരിക്കും കെണിയായിരുന്നുവെന്ന് അവരെങ്കിലും കരുതുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് ക്രൈസ്തവരിലും ഹിന്ദുക്കളിലും നല്ലൊരു വിഭാഗം ഭയപ്പെടുന്നത്.